ഇന്ന് നവംബർ മാസം 26-ാം തീയതി പരിശുദ്ധ കത്തോലിക്ക തിരുസഭ അൾത്താര ശുശ്രൂഷകളുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ ബെർക്കുമൻസിന്റെ ഓർമ്മ തിരുനാൾ കൊണ്ടാടുന്നു. 1599 മാർച്ച് 13-ാം തീയതി ലുവൈന് അടുത്തുള്ള ഡീസ്റ്റ് എന്ന ചെറിയ പട്ടണത്തിൽ അൾത്താര ശുശ്രൂഷകളുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ ബെർക്കുമൻസ് ജനിച്ചു. ജെയിംസ് എന്ന ഒരു സഹോദരൻ ജോണിനെ പോലെ ഈശോ സഭയിലും മറ്റൊരു സഹോദരൻ ആൻഡ്രിയൻ അഗസ്റ്റീനിയൻ സഭയിലും ചേർന്നു. വിശുദ്ധ കുർബാനയോടും ദൈവമാതാവിനോടും ജോണിന് നല്ല ഭക്തി ഉണ്ടായിരുന്നു എന്നല്ലാതെ അസാധാരണത്വമൊന്നും ചെറുപ്പത്തിലുണ്ടായിരുന്നില്ല. ജോൺ പഠനത്തിന് സമർത്ഥനല്ലായിരുന്നുവെന്ന് ചിലർ പറയുന്നുണ്ട് എങ്കിലും 13-ാമത്തെ വയസ്സിൽ അവൻ നല്ല ലത്തീൻ കവിത എഴുതിയതായി കാണുന്നുണ്ട്. രോഗിണിയായ അമ്മയെ ശുശ്രൂഷിക്കുവാൻ ഒഴിവ് ദിവസം മുഴുവൻ ജോൺ മാറ്റിവെച്ചിരുന്നു. 1615 മെർക്കിലിനിൽ ഈശോ സഭക്കാർ ഒരു കോളേജ് ആരംഭിച്ചു. അതിൽ പ്രഥമ വിദ്യാർത്ഥിയായി ചേർന്നത് ബെർക്കുമൻസ് ആണ്. അതോടെ ബെർക്കുമൻസ് ഈശോ സഭയിൽ ചേരുവാൻ നിശ്ചയിച്ചു. മകൻ ഒരിടവക വൈദികനായി കാണാൻ കൊതിച്ചിരുന്ന പിതാവ് കുറെ തടസ്സമുണ്ടാക്കിയെങ്കിലും 1616 സെപ്റ്റംബർ 24-ാം തീയതി ജോൺ ഈശോ സഭയുടെ നൊവിഷ്യേറ്റിൽ ചേർന്നു. 1616 ഡിസംബർ 1-ാം തീയതി അമ്മ മരിച്ചു. 1618 ഏപ്രിൽ 1-ാം തീയതി പിതാവ് ഒരു വൈദികനായി, എന്നാൽ 8 മാസമേ ജീവിച്ചുള്ളൂ. ജോൺ തത്വശാസ്ത്രം പഠിച്ചത് റോമായിലാണ്. അവിടെ ഒരു ദിവസം 2-3 കുർബാനയ്ക്ക് കൂടുമായിരുന്നു. എല്ലാവർക്കും വളരെ പ്രിയങ്കരനുമായിരുന്നു. 1621 ഓഗസ്റ്റ് 5-ാം തീയതി ഒരു ത്വാത്വിക വാദപ്രതിവാദത്തിന് ശേഷം ജോണിന് പനി പിടിച്ചു. 12-ാം തീയതി വിശുദ്ധ അലോഷ്യസിന്റെ ജീവചരിത്രം കുറെ ഭാഗം വായിച്ചു കേട്ടു. ജപമാലയും കുരിശുരൂപവും നിയമപുസ്തകവും കയ്യിൽ പിടിച്ചുകൊണ്ട് ജോൺ പറഞ്ഞു, ഇവയാണ് എൻ്റെ 3 നിധികൾ. ഇവ കയ്യിൽ പിടിച്ചു മരിക്കുവാൻ ആഗ്രഹിക്കുന്നു. പിറ്റേ ദിവസം വെള്ളിയാഴ്ച അദ്ദേഹത്തിന്റെ ആഗ്രഹം നിറവേറി. മരിക്കുന്നതിന് മുൻപ് എന്തെങ്കിലും ഉപദേശം സഹപാഠികൾക്ക് നൽകുവാനുണ്ടോ എന്ന് റെക്ടർ അച്ഛൻ ചോദിച്ചു. അദ്ദേഹം പ്രതിവചിച്ചു, ഞാൻ ഈ ഭവനത്തിൽ വന്നതിന് ശേഷം മനസ്സറിവോടെ യാതൊരു നിയമവും ലംഘിച്ചിട്ടില്ല. സ്നേഹമുള്ളവരെ, അനുസരണയും ദൈവമാതൃഭക്തിയുമാണ് 22-ാമത്തെ വയസ്സിൽ മരിച്ച ബെർക്കുമൻസിന് പുണ്യ പദവി നൽകിയത്. കുരിശുമരണത്തോളം അനുസരിച്ചതിനാൽ ആണല്ലോ എല്ലാ നാമത്തെയും കാൾ ഉപരിയായ നാമം ഈശോയ്ക്ക് ലഭിച്ചത്. നമുക്കും അനുസരണയുള്ളവരാവാം. ദൈവമാതൃഭക്തിയിലേക്ക് കൂടുതൽ വളരുവാനായി നമ്മളെ യോഗ്യരാക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് വിശുദ്ധ ബെർക്കുമാൻസിനോട് നമുക്കും പ്രാർത്ഥിക്കാം. അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ സഹോദരങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. ഈ തിരുനാൾ ദിനം ഇവർക്കേവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സ്വർഗീയ മദ്ബഹയിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവർക്കും ഈശ്വര അനുഗ്രഹങ്ങൾ നേരുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.